നമസ്കാരം. കൃഷ്ണ കളരി മാർമ്മ ഗുരുകുലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കൃഷ്ണ കളരി മാർമ്മ ഗുരുകുലത്തിൽ നിങ്ങൾക്ക് ഇന്നൊരു സെൽഫ് ഡിഫെൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കത്തി കൊണ്ട് മുകളിൽ നിന്ന് കുത്താൻ വരുന്നതാണ്. ഒരുപാട് അതിൻ്റെ ഡിഫൻസുകൾ ഒരുപാടുണ്ട്. അതിൽ ഒരു ഡിഫൻസ് മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. മുകളിൽ നിന്ന് കത്തി കൊണ്ട് കുത്താൻ വരുന്നത്. ഈ നേഴ്സുമാരെ അതുപോലെ സ്ത്രീകളെയൊക്കെ കത്തി കൊണ്ട് ഇല്ലെങ്കിൽ കത്തിരിയും കത്തിയും ഒക്കെ കൊണ്ടൊക്കെ മുകളിൽ നിന്ന് കുത്താൻ വരുന്നതാണ്. അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് 3 ടെക്നിക്ക് ഉണ്ട് ഇതിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. സാധാരണ രീതിയിൽ കീഴ്പ്പെടുത്തുന്ന രീതി ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ രീതിയിലുള്ള ഒന്ന് ചെയ്തേ. വേണ്ട, ഇങ്ങനെയാണ് കുത്തുന്നത്. ഈ കുത്തുന്നത് നോക്കിയേ, ഒന്ന് നല്ല രീതിയിലൊന്ന് കുത്തിയേ. ഇവിടെ തന്നെ ചെയ്തേ, നേരിട്ടൊന്ന് ചെയ്തേ. ഇവിടെ നിന്ന് തന്നെ ആ ബേസിക്കലൊന്ന് ചെയ്തേ. ഈ ബേസിക്കല് ഒന്നും കൂടി ഇങ്ങോട്ട് വരട്ടെ. ശരിക്കും നല്ല വേഗതയിൽ വേണ്ട, ഈ വേഗതയിലാണ് വരുന്നത്. കത്തി കൊണ്ട് സ്ത്രീകളെ കത്തിരിയാണെങ്കിലും കത്തിയാണെങ്കിലും തലയിൽ കുത്തിയിട്ട് ഈ മുഖം ജസ്റ്റ് വരെ കീറിപ്പൊളിയും. അപ്പൊ ആ കുത്ത് എത്ര പവറിലാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്നും കൂടി കുത്തിയേ. വേണ്ട, അപ്പോൾ ഈ കുത്ത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ഇത് സ്ത്രീകൾക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയെ കുറിച്ചാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. 2 രീതിയുണ്ട്. അത് ഞാൻ ഒന്നാമത്തെ കാണിച്ചു തരാം. ഒന്ന് എന്നെ കുത്തിയേ. കണ്ടില്ലേ, എൻ്റെ കാല് കണ്ടില്ലേ മാറ്റി വെച്ചത്. ഒന്നും കൂടി കാണിച്ചു തരാം. ഒന്ന് കുത്തിയേ. കണ്ട, ഇങ്ങനെ തടുത്തുകൊണ്ട് ഈ കൈ നോക്കിയേ. ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. പിടിച്ച ശേഷം ഒന്ന് അനക്കാൻ പറ്റുമോ നോക്കിയേ. അനക്കാൻ പറ്റുമോ? ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, തള്ളിയിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. ഇല്ലാത്ത പക്ഷം നമുക്ക് കീഴ്പ്പെടുത്തുന്ന രീതി കൊണ്ട് കാണിച്ചു തരാം. ഒന്ന് കുത്തിയേ. ഉണ്ടല്ലേ, ഇങ്ങനെ വന്ന ശേഷം ഇതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നോക്കിയേ. ഇതാ കണ്ടാ, ഇങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ഇവിടെ ഊന്നിക്കഴിഞ്ഞാൽ തന്നെ കത്തി നമുക്ക് സിമ്പിളായിട്ട് താഴെ വീഴുകയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ പറ്റും. നമുക്കൊരു മുഖത്തൊരു പഞ്ചും കൂടി ചെയ്യാം. ഇനി ഒരു വശം കൂടെ കാണിച്ചു തരാം. കത്തി കുത്തുമ്പോൾ തന്നെ ഒന്നും കൂടെ കുത്തിയേ. മുകളിൽ തന്നെ ഇത് കണ്ട, അങ്ങനെ സാധാരണ രീതിയിൽ കുത്തുമ്പോൾ ഒന്ന് കുത്തിയേ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തടുക്കും. സാധാരണ രീതിയിൽ കത്തി കൊണ്ട് ഒന്നും കൂടി മുകളിൽ നിന്ന് വരട്ടെ. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കുത്തു വരുമ്പോൾ നോക്കിയേ. ഇങ്ങനെ വന്നിട്ട് ഈ കത്തി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ കൈയൊക്കെ മുറിഞ്ഞു പോകും. അപ്പൊ ഇതിനെങ്ങനെയാണ് നമുക്ക് തടുക്കാന്നുള്ളതാണ് ഒന്ന് കുത്തിയേ. ഇവിടെ തടുത്തുകൊണ്ട് മുട്ടും കൈ തടുത്തുകൊണ്ട് ഈ കയ്യിൽ മർമ്മസ്ഥാനമുണ്ട്. ഈ മർമ്മത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് മർമ്മത്തിൽ തന്നെ പിടിച്ച കത്തി നോക്കിയേ. ഇതാ മർമ്മത്തിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കൈ ഇങ്ങനെ പോകും. ഇതാ കത്തി താഴെ വീണു. നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തരികയാണ്. നോക്കിയേ. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നോക്കിയേ. ഇങ്ങനെ വെച്ചിട്ട് ശേഷം നമുക്ക് മുട്ടും കൈ കൊണ്ട് പ്രയോഗിക്കുക. അതല്ലാത്ത പക്ഷെ നമുക്ക് മുഖത്ത് ഒരു പഞ്ച് ചെയ്യാം. ആ വേഗതയിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ഇവിടുന്ന് വരണം കേട്ടോ. നോക്കിയേ. ഇങ്ങനെ വന്ന ശേഷം നോക്കിയേ. ഇങ്ങനെ കൈ വെച്ച ശേഷം മുട്ട് കൈ കൊണ്ട് ഇടിക്കാം. ഒരു പഞ്ചും കൂടി ചെയ്യാം. പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ബേസിക്കലാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് മർമ്മങ്ങളിൽ പിടിച്ചിട്ട് കീഴ്പ്പെടുത്തുന്ന രീതി ഒന്ന് അവിടെ നിന്ന് വരാം. നോക്കിയേ, നല്ല വേഗതയായിട്ട് നോക്കിയേ. ഇങ്ങനെ തടുത്ത ശേഷം അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈ പെട്ടെന്ന് വലിച്ചാലും കൂടി നമുക്ക് കൈ പൊളിയില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വേഗതയിലൊന്നും ചെയ്തേ. നോക്കിയേ. വേണ്ട, ഇതാ കത്തി മുന്നിൽ പോയി അതിന് വെച്ച ശേഷം നമുക്ക് ഇടിക്കാം. പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ബേസിക്കലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി മർമ്മത്തിൽ ടച്ച് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഒന്നും കൂടി ചെയ്തേ. നല്ല വേഗതയിൽ നോക്കിയേ. ഇങ്ങനെ ഇതാട്ടോ, കയ്യിലൊരു മർമ്മമുണ്ട്. ഇത് നോക്കിയോളേ. കത്തി വീഴുതാ. ഇതാ മർമ്മങ്ങളിൽ പിടിച്ചാൽ തന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് തൊട്ടാൽ തന്നെ
ഭയങ്കര വേഗതയിൽ പുള്ളി വേദനയിലാണ്. കൈ കൊണ്ട് അടുത്ത കൈ കൊണ്ടൊന്ന് അടിച്ചു നോക്കിയേ, അടിച്ചേ, കണ്ടാ കൈ അനങ്ങില്ലേ? കാലു എന്ത് ചെയ്യാൻ പറ്റുമോ? കാലു കൊണ്ട് ചവിട്ടാൻ പറ്റുമോ? എങ്ങനെയുണ്ട് ആ വേദന ആ കയ്യിൽ പിടിച്ചപ്പോ? നല്ല വേദനയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കൈ പിടിച്ചപ്പോ ആ കൈ പൊങ്ങുമായിരുന്നു, കാല് പൊങ്ങുമായിരുന്നു? ഉണ്ടല്ലേ? കൈ മർമ്മത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ കൈ പൊങ്ങില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തോടെ ആണ് ഈ കാര്യങ്ങൾ ചെയ്തത്, പക്ഷെ കൈ പൊങ്ങില്ല. ഒന്നും കൂടി ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് ഒന്ന് കൈ കൊണ്ട് അടിച്ച് ഇങ്ങനെ തടുത്ത ശേഷം നോക്കിയ കൈ പിടിച്ച ശേഷം ഇതാ നോക്കിയേ, ഇതാ ഈ കൈ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാലോട് ചവിട്ടാൻ എന്ത് പറ്റുമോ? ഉണ്ടോ? അപ്പൊ ആ പിടുത്തം മർമ്മസ്ഥാനങ്ങളിലാണ് പിടിക്കുന്നത്. കൈകളിൽ ഉള്ള മർമ്മസ്ഥാനങ്ങളിലാണ് അതിന്റെ പിടുത്തം. അതാണ് ഈ മർമ്മങ്ങളിലുള്ള പ്രത്യേകത. മർമ്മങ്ങളിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര വലിയ ആളും അവിടെ തന്നെ ഇരിക്കും. ഇപ്പൊ അതിന്റെ ഒരു സിമ്പിൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയേ, ഇത് കൈ കേട്ടോ. ഇത് കയ്യില് ഗുരുനാടി മർമ്മമുണ്ട്. ഗുരുനാടി എന്നുള്ള മർമ്മസ്ഥാനമാണ്. അപ്പൊ ഈ ശരീരത്തിൽ ഗുരുനാടി എന്നുള്ള മർമ്മസ്ഥാനത്തിലേക്ക് കൈ ഞാനിപ്പോ മർമ്മസ്ഥാനത്തിൽ തൊട്ടിരിക്കുകയാണ്, ഗുരുനാടി മർമ്മത്തിൽ. ഇനി ഇത് തൊട്ടുതാ തൊട്ടപ്പോ തന്നെയാണ് ആളുടെ അവസ്ഥ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? നീ എന്നെ പറയാം. നല്ല വേദനയാണ്, അസഹ്യമായ വേദനയാണ് ഉണ്ടാകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, തറയിലോട്ട് കുനിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോ കേട്ടില്ലേ? മർമ്മസ്ഥാനങ്ങളില് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ അവസ്ഥ. അപ്പോ വെട്ടുകയോ കൈ കൊണ്ട് വെട്ടുകയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ആൾക്ക് ശരീരത്തിൽ പേശിയിലൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കൈകൾ അനക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കുറച്ച് നാളൊക്കെ ചിലപ്പോൾ കൈ അനക്കാൻ പറ്റാതെയൊക്കെ കുറേ നാള് വേദനയൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷെ അപ്പം തന്നെ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദന ഉണ്ടാകില്ല. അപ്പം തന്നെ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കളരി അഭ്യാസത്തിൻ്റെ മാറ്റങ്ങൾ. ശരീരത്തിൽ കേട് വരുത്താനും പറ്റും. കേട് വന്നാൽ അതിനെ നേരെയാക്കി വിട്ട് കഴിഞ്ഞാൽ ആ ഭാവം ക്ലിയർ ആയിരിക്കും. അതാണ് അഭ്യാസ മുറയുടെ പ്രത്യേകത. അതാണ് കളരി അഭ്യാസത്തിന്റെ, കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിന്റെ പ്രത്യേകത. അഭ്യാസ മുറയ്ക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പാരമ്പര്യ കലകൾക്ക് മർമ്മങ്ങളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് നേച്ചറായിട്ടാണ് കാണിക്കുന്നത്. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. കൈ തന്നെ നോക്കിയതാ, ഇത് കണ്ടോ? നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ പിടിച്ചോട്ടെ. നന്ദി പിടിച്ചോ, കൈ കൊണ്ട് പിടിച്ചോ, നല്ല വേഗത്തിൽ പിടിച്ചോ. ഇതാ നോക്കിയേ, നല്ല വേഗത്തിൽ തന്നെ അദ്ദേഹം പിടിച്ചിരിക്കുന്നു. ആരോഗ്യത്തോടെ പിടിച്ചോ. ഇനി ഞാൻ ഈ ഇദ്ദേഹത്തിനെ എൻ്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്യണം. തൊടുകയോ ചെയ്യുന്നുള്ളൂ, തല്ലുകയോ വേറെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ഒന്ന് ടച്ച് ചെയ്യാനുള്ളൂ. ഈ കൈ വിട്ടു. ഇനി എന്നെ തൊടാൻ പറ്റുമോ നോക്കിയേ, എങ്ങനെയുണ്ട്? വേണ്ട, കൈ നല്ല വേദനയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ മർമ്മസ്ഥാനങ്ങളിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പുരുഷന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മർമ്മസ്ഥാനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളത് നല്ല രീതിയിൽ വന്ന് പരിശീലിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മാർഷൽ ആർട്സ് പാരമ്പര്യ രീതിയിലുള്ള മാർഷൽ ആർട്സ് ആണ് നമ്മുടെ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിന് രോഗമില്ലാതെയും ശരീരം നല്ല ഫിറ്റ്നസ്സായി നിങ്ങൾക്ക് മാറാനൊക്കെ ഈ കളരി അഭ്യാസം നിങ്ങൾക്ക് ഗുണം ചെയ്യും. കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിലെ അഭ്യാസം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ് ഞാനിപ്പോൾ നേച്ചറായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചത്. അദ്ദേഹം തന്നെ ഇതിനെ കുറിച്ചിട്ട് പറയും. എന്താണ് ഇപ്പൊ നമ്മൾ അഭ്യാസ മുറയിൽ പിടിച്ചല്ലോ മർമ്മസ്ഥാനങ്ങളിൽ, എങ്ങനെയുണ്ട്, എന്താണ് അതിന്റെ അവസ്ഥ, എങ്ങനെയാണ് നിങ്ങളുടെ? മർമ്മസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് സിമ്പിളായ രീതിയിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൂടിയാണ്. കൃഷ്ണ മർമ്മ ഗുരുകുലത്തിൽ ഗുരുജിയിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നത് അതാണ്. ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഇമ്പോർട്ടായിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.